അതായത് ഇപ്പോ SNDP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖമായ ഒരു സമുദായമാണ്. ആ സമുദായത്തിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കണം, ഉറപ്പ് വിമർശിക്കാം ഒരു, പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശം ഭാഷ. ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടത് ചീർത്ത തവള എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വെള്ളാപ്പള്ളി വിളിക്കുന്നതാണ്. അതിനു മുമ്പ് അധമൻ, ഈ പറഞ്ഞ ഉപയോഗിക്കാൻ കഴിയാത്ത സകലമാന ഭാഷ്യം അദ്ദേഹം ഉപയോഗിച്ചു. അതേസമയം വോട്ടെടുപ്പ് ആ ദിവസം വൈകിട്ടായപ്പോഴേക്കും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾക്ക് ഒരു ഭാഷാശുദ്ധി ഉണ്ടാവുന്നുണ്ട്. അന്ന് വൈകുന്നേരം മുതലുണ്ടായ ഭാഷാശുദ്ധിയിൽ പ്രതിപക്ഷ നേതാവിനെ പിന്നെ ആ പദാവലികൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. പിന്നെ തുടർച്ചയായി പിന്നെ ലളിതകോമള പദാവലിയായി. പിന്നെ ഇന്ന് ഇക്കാര്യം എസ്കേൻ ഒറ്റ കാര്യമുണ്ട്. അതായത് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് ഇത്ര സീരിയൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ചതല്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ സംഭവിച്ചത്? വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ വെല്ലുവിളിക്കുന്നു. എന്താണ്? ജയിച്ചില്ലെങ്കിൽ VD വനവാസത്തിന് പോകുമോ എന്ന് വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കണം യഥാർത്ഥ പ്രതിപക്ഷം. ഇപ്പോൾ എല്ലാവരും അബക്കമെന്നൊക്കെ പറയുമ്പോഴും ഇനി വെല്ലുവിളി ഏറ്റെടുക്കുന്ന പോലും അബക്കമാണ് ഞാൻ VD സതീശനുമായിട്ട് അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ അവസരം ഞാൻ കൊടുത്തായിരുന്നു. പക്ഷേ അതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. കൂടുതൽ മുങ്ങിത്താഴുക ചെയ്ത് ഞാൻ ചോദിച്ചു, അങ്ങ് ഈ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ആ വെല്ലുവിളി ഏറ്റെടുക്കലായിരുന്നു. പോട്ടെ, എസ്കേൻ ഇവിടെ സംഭവിച്ചു. ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഘടകകക്ഷി നിലപാട് ഓൾറെഡി ആരാഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ദീപാദാസ് മുൻഷിയുടെ ബൈറ്റ് അല്പം മുമ്പ് വന്നു. ദീപാദാസ് മുൻഷി ഓൾറെഡി ഘടകകക്ഷികളുടെ നിലപാട് ആരാഞ്ഞു കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞാൽ MLA-മാരുടെ നിലപാട് ആരായും. അതും ഈ പറഞ്ഞ ഏതെങ്കിലും പരസ്യവേദികളിലല്ല, വൺ ടു വൺ ആയി ഈ പറഞ്ഞ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആൾക്കാരോട് ചോദിക്കുകയാണ്. അതിനുശേഷം തീരുമാനം ഹൈക്കമാൻഡേതാകും എന്നാണ് ദീപാദാസ് മുൻഷി പറയുന്നത്. എസ്കേൻ ഇതിനോടകം തന്നെ ലീഗ് പരോക്ഷമായുള്ള നിലപാട് വ്യക്തമാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്, RSPയുടെ നിലപാട്, മത്സരിക്കാത്ത ഫോർവേഡ് ബ്ലോക്കിന്റെ നിലപാട്, CPJയുടെ നിലപാടടക്കം അത് VD സതീശന് അനുകൂലമാണ് എന്നാണ് എന്റെ മനസ്സിലാക്കൽ. അത് ഹൈക്കമാൻഡ് മുഖവിലേക്ക് എടുത്താൽ MLA-മാരുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ തീരുമാനം ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.